എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിലത്തെ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോസിലും എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ നക്ഷത്രവും പേരും ആവശ്യമൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ എല്ലാവരെയും തന്നെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വാരാഹി അമ്മയുടെ പുതിയൊരു മന്ത്രജപമാണ്. ഇത് ശരിക്കൊരു മാജിക്കൽ എഫക്റ്റാണ് കേട്ടോ. അതായത് നിങ്ങൾ ഈ ഒരു മന്ത്രം ഞാൻ ഈ പറയുന്നത് പോലെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അതാണ് ഞാൻ ഈ എടുത്ത് പറയുന്ന കാര്യം. അപ്പോൾ ഇതിൽ ബിഗിനേഴ്സ് അല്ലെങ്കിൽ ആദ്യമായിട്ട് വാരാഹി ദേവിയുടെ മന്ത്രം ചൊല്ലുന്ന വ്യക്തികളും കാണുമല്ലോ. അപ്പോൾ അവർക്കും കൂടിയിട്ട് വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ. അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു മന്ത്രജപത്തിൻ്റെ ശക്തി, അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തത വരുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഒരു വിശ്വാസം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദേവിയുടെ ഒരു മന്ത്രം ചൊല്ലുക എന്നുള്ളത് മാത്രം നമ്മൾ വിചാരിച്ചിട്ട് നമ്മൾ ആരാധിക്കരുത്. ആദ്യം ആ ദേവിയോടുള്ള വിശ്വാസം, അതാണ് ഏറ്റവും വലുത്. നമുക്കതാണ് വേണ്ടത്. അപ്പോൾ വാരാഹി അമ്മയുടെ ഈ ഒരു ശക്തി, അല്ലെങ്കിൽ വാരാഹി അമ്മയുടെ മന്ത്രജപ ശക്തി പലരും അറിഞ്ഞിട്ടുണ്ടാവും. അത്രയും ശക്തിയാർന്ന മന്ത്രമാണ് വാരാഹി അമ്മയുടെ മന്ത്രം. ഓക്കെ, അപ്പോൾ ആ ഒരു മന്ത്രം നിങ്ങൾ കഴിവതും നിങ്ങൾക്കുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം നിങ്ങൾ ചൂസ് ചെയ്തിട്ട് ആ ഒരു സമയം നിങ്ങൾ മനമുരുകി ദേവിയെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കിക്കേ. ഉറപ്പായിട്ടും നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും, അസാധ്യ ആഗ്രഹവും സാധിച്ചു തരുന്നത് ഉറപ്പാണ് കേട്ടോ. അത് ഒരുപാട് പേർക്ക് ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സന്തോഷങ്ങളും ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാനൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു, അതെനിക്ക് സാധിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ പറയുന്നതല്ല, എനിക്ക് വേണമെങ്കിൽ അത് ചുമ്മാ പറയാൻ പറ്റുന്ന കാര്യമാണോ ഒരു കാര്യം സാധിച്ച് കിട്ടിയെന്ന് പറയുന്ന കാര്യം. അപ്പോൾ നമ്മളങ്ങനെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരു കാര്യം നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അന്നേരം നമ്മളൊരു വെറും വാക്കോടുകൂടി, അല്ലെങ്കിൽ നമ്മൾ ഓക്കെ കാര്യങ്ങൾ നടന്നല്ലോ, ഇനി ദേവിയെ വേണ്ട, അല്ലെങ്കിൽ ദേവിയെ ഇനി ആരാധിക്കുന്നില്ല, അങ്ങനെയല്ല. നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ആ ദേവിയെ ആരാധിക്കുക, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന് നമ്മൾ വിചാരിക്കുക, എല്ലാവരും നല്ല രീതിയിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കാര്യം ആഗ്രഹിച്ചാൽ അത് നടന്നു കിട്ടും ഉറപ്പായിട്ടും. അങ്ങനെ ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ ഒരുപാട് പേരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ഒരു സന്തോഷവും എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരട്ടെ ദേവി, ഉറപ്പായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളൊരാഗ്രഹവും കൂടെ ഞാൻ പറയുന്നുണ്ട്. അതെന്തായാലും നടക്കും കേട്ടോ. നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദേവിയെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദേവിയോടുള്ള വിശ്വാസം, അതാണ് നമുക്ക് വേണ്ടത്. ദേവിയെ വിശ്വസിക്കൂ, ഉറപ്പായിട്ടും നിങ്ങളെ കാര്യങ്ങളൊക്കെ തന്നെ സാധിച്ചു കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെയൊക്കെ പറയാൻ പോകുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര പേര് ഈ ഒരു ചാനൽ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ വീഡിയോസ് എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ട്രെസ്സ് മാറാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്തു എന്നുള്ള കാര്യവും കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കമൻറ്റ് ചെയ്യുമ്പോൾ അത് എന്ത് കാര്യമാണ് നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയെന്നുള്ള കാര്യം കൂടെ ഒന്ന് കുറച്ചൊരു 2 മിനിറ്റ് പോലും വേണ്ടല്ലോ അല്ലേ, നിങ്ങളത് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെയും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങളുടെ ആവശ്യവും മെൻഷൻ ചെയ്യുമ്പോൾ അത് ഞാൻ നെക്സ്റ്റ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് നിങ്ങളെ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മാജിക്കലായിട്ടുള്ള ദേവിയുടെ ഒരു മന്ത്രമാണ് കേട്ടോ. ഈ മന്ത്രം എന്ന് പറയുന്നത് നിങ്ങൾക്ക് 21 തവണയും ജപിക്കാം, അതുപോലെ തന്നെ 108 തവണയും ജപിക്കാം കേട്ടോ. അപ്പോൾ ഈ 108 തവണ ജപിക്കാനായിട്ട് സമയമില്ലാത്തവർക്കായിട്ടാണ് ഞാൻ പറയുന്നത്. 21 തവണ ജപിച്ചാലും മതി നിങ്ങൾ. പക്ഷേ വളരെ ശുദ്ധമായി, അതായത് ശുദ്ധ മനസ്സോടുകൂടിയും വളരെ നമ്മൾ ശുദ്ധി വരുത്തിയ ശേഷം മാത്രമായിരിക്കണം ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. ഇത് ശരിക്കും
കുട്ടികളുടെ ഉയർച്ചയ്ക്കും അതുപോലെ തന്നെ തൊഴിൽ ലഭ്യത, സന്താന സൗഭാഗ്യം, ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ഈ ആഗ്രഹം സാധിച്ചു കിട്ടുമെന്നതിൽ സംശയമില്ല. ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുക. നിങ്ങളുടെ കഷ്ടതകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന പ്രതിസന്ധികളിലൊക്കെ നിങ്ങൾക്ക് അതിൽ നിന്ന് മോചനം ലഭിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 21 തവണയോ അല്ലെങ്കിൽ 108 തവണയോ ആയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ടൈം ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. വാരാഹി അമ്മയുടെ വിഗ്രഹങ്ങളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വാരാഹി അമ്മയുടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക്, അല്ലെങ്കിൽ മനസ്സിൽ ധ്യാനിച്ചാലും മതിയാവും കേട്ടോ. വാരാഹി അമ്മയുടെ ഫോട്ടോ ഇപ്പം എല്ലാം ഓൺലൈൻ ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ എനിക്ക് തോന്നുന്നില്ല, പക്ഷേ എനിക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരാം. അപ്പം നിങ്ങളത് എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. മെസ്സേജ് വേണമെന്നുള്ളവർ മാത്രം. എനിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് പോസ്റ്റൽ അഡ്രസ്സ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തു തരാം. അല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന പോലെ നിങ്ങൾ മനസ്സിൽ ധ്യാനിക്കുകയോ അല്ലെങ്കിൽ വാരാഹി അമ്മയുടെ ഒരു ഫോട്ടോ ഗൂഗിളിൽ നിന്ന് എടുത്തിട്ടായാലും നിങ്ങൾക്കൊരു ഫോട്ടോ ചെയ്തിട്ടായാലും അങ്ങനെയും നിങ്ങൾക്ക് ആരാധിക്കാം. അപ്പോൾ ഞാൻ എടുത്ത് പറയാനായിട്ട് എല്ലാവരും വിചാരിക്കും എന്താ ഒരു ഫോട്ടോ കിട്ടില്ലേ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നിങ്ങൾ അങ്ങനെ പറയരുത്. അബ്രോഡുള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾ ഗൂഗിളിലെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അത് തന്നെ ഫ്രെയിം ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്താലും ആരാധിച്ചാലും മതിയാവും കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിലാണ് ദൈവം ഉള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിൽ ധ്യാനിച്ചാലും ദേവി കേൾക്കും. അതുകൊണ്ട് വിഷമിക്കുകയൊന്നും വേണ്ട. ഞങ്ങൾക്ക് ദേവിയുടെ വിഗ്രഹമില്ല അല്ലെങ്കിൽ ദേവിയുടെ ഒരു പടം വെക്കാതെയാണ് ആരാധിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് ദേവിയോടുള്ള വിശ്വാസമുണ്ടെങ്കിൽ എവിടെ ഇരുന്നാലും നമ്മൾ മനസ്സൊന്ന് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം സാധിച്ചു തരും. അതിൽ സംശയമൊന്നുമില്ല. അത്രയും ശക്തിയേറിയ ദേവിയാണ് വരാഹി ദേവി. ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. മുന്നത്തെ ഏതൊക്കെയോ വീഡിയോസ് എടുത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് കുറേ പേര്, ഈവൻ കുറച്ച് പേരൊക്കെ ഇതിൽ നല്ല നല്ല അനുഭവം കിട്ടിയതായിട്ടൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കൊന്നും വെറുതെ ഒന്നും അങ്ങനെ കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ അനുഭവങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്, നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ വീണ്ടും വീണ്ടും വാരാഹി അമ്മയെ ആരാധിക്കുകയും വാരാഹി അമ്മയുടെ കാര്യങ്ങൾ ചോദിക്കുകയും കാര്യങ്ങളൊക്കെ. ചിലർക്കൊക്കെ ആണെങ്കിൽ ഇതിലെ ഈ സ്റ്റോറിയൊക്കെ അറിയാനായിട്ട് താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഇനി അടുത്ത വീഡിയോ എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതനുസരിച്ച് ഞാൻ സ്റ്റോറി ആണെങ്കിൽ അത് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മാജിക്കൽ മന്ത്രം ഞാൻ പറഞ്ഞുവല്ലോ, നിങ്ങൾക്ക് നിങ്ങളുടെ സമയപരിധി അത് ഒരുപാട് പേരുണ്ട് പറയുന്നുണ്ട്. എനിക്ക് ഈ കഷ്ടതകളും ഈ കാര്യങ്ങൾക്കും ഇടയിൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തും? നമ്മുടെ കഷ്ടതകളും കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് ആദ്യം വാരാഹി അമ്മയെ കണക്കാക്കുക. വാരാഹി അമ്മയോട് നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല മനസ്സോടു കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥന ദേവി കേൾക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഒരിക്കലും നമ്മളുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ ദൈവത്തെ മറന്നിട്ടുള്ള ഒരു പരിപാടിയും നിങ്ങൾ ചെയ്യരുത്. ഫസ്റ്റ്, ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം അല്ലേ. ദൈവത്തെ മറന്നിട്ടുള്ള പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് തന്നെയായിരിക്കും അത് തിരിച്ചടിക്കുന്നത്. ചില ആളുകളൊക്കെ ഉണ്ട് കള്ളക്കേസുകൾ കൊടുക്കുക അല്ലേ, നമ്മളെ മോശമായി ചിത്രീകരിക്കുക, അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക. അവർക്കൊക്കെ ഉറപ്പായിട്ടും അവർക്കൊക്കെ നരകമായിരിക്കും. കാര്യം അവരൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ മനഃപൂർവ്വം അല്ലെങ്കിൽ ദൈവത്തെ ആരാധിച്ച് കഴിഞ്ഞിട്ട് വലിയ കാര്യമുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേക്കേ അല്ലേ. കമൻറ്റ് ചെയ്യുക. ഒരിക്കലും നിങ്ങൾക്ക് വിചാരിക്കുമായിരിക്കും അവർക്കൊക്കെയാണ് ജീവിതമെന്ന്. ഒരിക്കലുമല്ല. അങ്ങനെയുള്ളവരെ ഒരിക്കലും ഒരു തരത്തിലും അവർ നന്നാവില്ല. ഒരാളെ ദ്രോഹിച്ചത് കൊണ്ട് അവർക്ക് ചിലപ്പം ഒരു സന്തോഷം, ജസ്റ്റ് ആ ഒരു ടൈം അവർക്ക് ഒരു എന്താ പറയുക ഒരു സന്തോഷം കിട്ടുമായിരിക്കും. ആ ഒരു സന്തോഷം പിന്നെ അങ്ങോട്ട് ആ ഒരു ജീവിതം മൊത്തത്തിൽ തന്നെ അവർക്ക് ദുരിതമായിരിക്കും കിട്ടുക. ഒരിക്കലും അതിൽ ഹാപ്പി അവർ ഒരിക്കലും ആവില്ല. അതിലൊരു ഹാപ്പി എന്തായാലും അവർക്ക് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നല്ലത് മാത്രം ചെയ്യുക, നല്ലത് മാത്രം പ്രവർത്തിക്കുക, നല്ലത് മാത്രം പ്രതീക്ഷിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾക്ക് നല്ലതേ ദേവി തരുള്ളൂ.
നല്ലത് മാത്രമേ വരുത്തുള്ളൂ. അപ്പം ഏതാണ് ആ മന്ത്രം എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്യാം. അപ്പോൾ 21 തവണയോ അല്ലെങ്കിൽ 108 തവണയോ കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കുക. 21 ദിവസമാണ് ജപിക്കുന്നതെങ്കിൽ 21 തവണയാണ് ജപിക്കേണ്ടത് കേട്ടോ, ദിവസവും. അപ്പോൾ അത് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ. ഓം സർവമായി നമഃ. 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 ഓം സർവമായി നമഃ.
ഓം സർവമായേ നമഃ. ഓം സർവമായേ നമഃ. ഓം സർവമായേ നമഃ.